ഇന്ന് നമ്മൾ ഓർക്കുന്നത് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വേദനാജനകവും അതേസമയം ഏറ്റവും സ്നേഹപൂർണവുമായ ഒരു ദിവസമാണ് ദുഃഖവെള്ളി അഥവാ ഗുഡ് ഫ്രൈഡേ. ഈ ദിവസം യേശുക്രിസ്തു മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനായി ക്രൂശിൽ മരിച്ച ദിനമാണ്. എന്തുകൊണ്ട് ഈ ദിവസം ഗുഡ് ഫ്രൈഡേ എന്ന് വിളിക്കുന്നു എന്നറിയാമോ? ഗുഡ് ഫ്രൈഡേ ക്രിസ്ത്യാനികള് ഏറ്റവും വിശുദ്ധമായ ദിവസങ്ങളിലൊന്നാണ്. യേശു ക്രൂശിൽ മരിക്കുകയും മനുഷ്യരുടെ പാപങ്ങൾക്കായി തന്റെ ജീവൻ സമർപ്പിക്കുകയും ചെയ്തു. യേശുക്രിസ്തുവിനെ പടയാളികൾ പിടികൂടി ചമ്മട്ടിക്കൊണ്ട് അടിക്കുകയും അപമാനിക്കുകയും ചെയ്തു. മുൾക്കിരീടം തലയിൽ ധരിപ്പിച്ചു, കുരിശു ചുമക്കാൻ നിർബന്ധിതനാക്കി. യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചപ്പോഴും യേശു പറഞ്ഞ വാക്കുകൾ ഇന്നും ലോകത്തെ വിസ്മയിപ്പിക്കുന്നു. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. യേശു തന്റെ ജീവൻ നൽകി നമ്മെ രക്ഷിച്ചു. യേശു നമ്മളെ സ്നേഹിക്കാനും ക്ഷമിക്കാനും പഠിപ്പിച്ചു. അത് നമ്മൾ ജീവിതത്തിൽ ഉടനീളം അനുസരിക്കണം. ഗുഡ് ഫ്രൈഡേ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത് സ്നേഹം എത്ര വലിയതാണ്, ക്ഷമ എത്ര ശക്തമാണ്, ത്യാഗം എത്ര മഹത്താണ് എന്നൊക്കെയാണ്. ഇന്ന് നമ്മൾ സ്വയം ചോദിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നുണ്ടോ? നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ടോ? യേശുവിന്റെ വഴിയിൽ നടക്കാൻ ശ്രമിക്കുന്നുണ്ടോ? കുരിശു തോൽവിയുടെ അടയാളമല്ല, അത് പ്രത്യാശയുടെ സ്നേഹത്തിന്റെ പ്രതീകമാണ്. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ. യേശുവിന്റെ ഈ ത്യാഗം നമുക്ക് ഒരിക്കലും മറക്കാനാവില്ല. യേശു നമ്മെ അനന്തമായി സ്നേഹിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ നൽകി. യേശു നമ്മളെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. ഈ വീഡിയോ ഇഷ്ടമായാൽ വേ ടു പീസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവിൻ. പ്രൈസ് ദ ലോർഡ്.